സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 20th തേഴ്സ്ഡേയുടെ എനർജി. ഇവിടെ 3 കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം പായൽ നമ്പർ 1ൻ്റെ എനർജീസ് എന്താണ്. താങ്ക് യു. ഫസ്റ്റ് തന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇവിടെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂ എനർജി, ന്യൂ പ്രൊജക്റ്റായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കോൺഫിഡൻസോടു കൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ച് പേർക്ക് ഉണ്ടാകുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഗ്രോത്ത്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജീസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പീസ്, സമാധാനമാണ്. അത് നൽകുന്ന ഒത്തിരി ഇൻഫർമേഷൻ, ഒത്തിരി എനർജീസ് നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഹീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. സൺ. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് റിലേഷൻഷിപ്പിലെ ഈഗോ ക്ലാഷസ് ആണ്. ഹെൽത്തി റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഹെൽത്തി ബൗണ്ടറി, അത് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ പരസ്പരം എന്താ പറയുക, സംസാരിച്ച് അല്ലെങ്കിൽ എല്ലാവരുടെയും ആ ഒരു എനർജി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു ചോയ്സ് എടുക്കാനായിട്ടും കുറച്ച് പേർക്ക് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേര് ഇവിടെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു നെക്സ്റ്റ് ലെവലിലോട്ട് കിടക്കണം, ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് കൊണ്ടുവരണം, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നിങ്ങൾ കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ഒരു ഹീലിംഗ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. അത് ഒത്തിരി ഹാപ്പിനെസ്സിനെ, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ഹെൽത്ത് ഇഷ്യൂസും ആകാം. ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു അറ്റൻഷൻ, കുറച്ചൊരു ഫോക്കസും ഈ ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ ഫാമിലി, കുടുംബം, റിലേഷൻഷിപ്പ്, അവിടെ കുറച്ചും കൂടെ ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കുക. കുറച്ചും കൂടെ കാരുണ്യം, സ്നേഹം, കമ്പാഷൻ, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. 2 ഓഫ് വോൺസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം എന്തെങ്കിലും പുതിയ എനർജി, അഗെയിൻ ഈ ഒരു കാര്യം തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകും. അത് നിങ്ങളെ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലും 4 ഓഫ് വോൺസിൻ്റെ എനർജി. നമുക്കിനി കാർഡ്സ് നോക്കാം. കുറച്ച് പേർക്ക് ഇവിടെ എൻഡിങ്സ് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ 2 ഡിവൈൻ ഫെമിനിൻ എനർജീസ് വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് എനർജി ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം. ഒരു വ്യക്തി വന്നിട്ട് ഒത്തിരി റൂഡായിട്ട്, ഒത്തിരി ഹാർഷായിട്ടുള്ള വേർഡ്സ് നിങ്ങളുടെ അടുത്തോട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഇമോഷണലി ഒത്തിരി ഡൗൺ ആക്കിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. കുറച്ചൊരു എന്താ പറയുക, എല്ലാം കുറച്ചൊന്ന് പേഴ്സണലി അല്ലെങ്കിൽ ഡീപ്പ് വൂൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് ആ ഒരു എനർജിയിൽ എൻഡിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ചും കൂടെ ഒരു പ്രത്യാശ, കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും അർത്ഥവത്തായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻസ്, എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ന്യൂ ഐഡിയ, എന്തെങ്കിലുമൊക്കെ പുതിയൊരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം.
അതുപോലെ തന്നെ ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കരിയറിലായിരിക്കാം, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിരിക്കാം. അതെല്ലാം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 20th പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു. അതുപോലെ തന്നെ ഇവിടെ 7 of Wands എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രയോറിറ്റീസ് മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുൻഗണന ചേഞ്ച് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേർ അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ ഓവറായിട്ട് ഒരു സ്പേസിൽ ഒരാൾക്ക് കൂടുതലായിട്ട് എനർജി കൊടുക്കുന്നുണ്ടാകാം. പക്ഷേ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മെൻ്റൽ എനർജിയിലായിരിക്കാം, ഇമോഷണൽ എനർജിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പിന്നെയും ഒരു ലൂപ്പിൽ ഒരു ജഡ്ജ്മെൻറ്റ് എനർജിയിൽ നിർത്തുന്നുണ്ടാകാം. അപ്പോൾ അവിടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വരുന്നതായിട്ട്, ഒരു റിയലൈസേഷൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ മെൻ്റൽ അതുപോലെ തന്നെ ഇമോഷണൽ എനർജിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ്, പോസിറ്റീവ് അനൗൺസ്മെൻറ്റ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ട്, മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നല്ല നല്ല അവസരങ്ങൾ, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടും കുറച്ച് പേര് ഈ ഒരു ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. നിങ്ങളെ നർച്ചർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു സെൽഫ് ലവിൻ്റെ എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അബണ്ടൻസ്, മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിർത്താനായിട്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് അധിക ചിലവ്, ഓവറായിട്ട് നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഓവറോൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ മുന്നോട്ട് പോകുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം ഓവറോൾ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും എതിർപ്പുകൾ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജീസ് വരുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ഉണ്ടാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, പ്രയോറിറ്റിയിൽ ചേഞ്ച് വരുന്നതാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷനായിട്ട് മാച്ച് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, മെൻ്റലി നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന പല സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ഫിസിക്കൽ റിയാലിറ്റിയിലായിരിക്കാം. പല രീതിയിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ എനർജീസ് ഇവിടെ ബാലൻസ് ആയി വരുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് സ്പിരിച്വൽ ഹീലിംഗ് ആണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട്, എന്തെങ്കിലും മെൻ്റൽ ടെൻഷൻസ്, നിങ്ങൾ പാസ്റ്റിൽ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ലഭിക്കുന്നില്ല, കൂടെ ആരുമില്ല, അങ്ങനത്തെ ഒക്കെ എനർജീസിൽ കുറച്ച് പേർക്ക് ഒരു സ്റ്റെബിലിറ്റി, ഒരു ബാലൻസ് വീണ്ടെടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.